ഹായ് ഫ്രണ്ട്സ്, വീട്ടമ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞായറാഴ്ചയൊക്കെയാണ്. നമ്മുടെ വീട്ടിൽ 2 അതിഥികളൊക്കെ ഉണ്ട്. എൻ്റെ രണ്ടാമത്തെ പെങ്ങളാണ്. അപ്പോൾ ആൾ ഇന്നലെ വൈകിട്ട് ആണ് വീട്ടിലെത്തിയത്. ആൾ സ്ഥിരമായിട്ട് എൻ്റെ വ്ളോഗൊക്കെ കാണുന്ന ആളാണ്. എൻ്റെ വ്ളോഗിനെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. ഇനിയും നല്ല നല്ല വ്ളോഗ് എടുക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ. നല്ല നല്ല വ്ളോഗുകൾ. നമ്മൾ ഇന്നലെ രാത്രി കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, ഒന്ന് അതിൻ്റെ തിരക്കിലൊക്കെ ആയിപ്പോയി. അപ്പോൾ കുറച്ച് കപ്സ റൈസും അതുപോലെ എയർ ഫ്രയറിൽ ഇപ്പോൾ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ഇന്നലെ ഉണ്ടാക്കിയതിന് ടോട്ടലി ഫ്രീ ആണ്. അത് കാരണം ഫുഡൊക്കെ സെറ്റായി ഇരിക്കുകയാണ്. നമ്മുടെ വീട്ടിലിങ്ങനെ സ്പെഷ്യൽ ഫുഡുകളൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരാളുണ്ട് ഇവിടെ. ആള് വന്നാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. ഏത് തരം ഫുഡ് വേണം, ഏത് തരം ഫുഡ് വേണമെങ്കിലും ഉണ്ടാക്കി തരുന്ന ആളാണ് ഈ ഇരിക്കണത്. ഇതൊക്കെ കണ്ടോളൂ. കേക്ക് ഐറ്റംസ്, അതുപോലെ പിസ്സ, ഏത് തരം ബിരിയാണി, ആളെ കോണ്ടാക്ട് ചെയ്താൽ മതി. ആള് ഏത് തരം വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി തരും. പെങ്ങന്മാരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ മെല്ലെ ഒന്ന് റൗണ്ട് ചെയ്യും നമ്മുടെ അടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം പോണത് നമ്മുടെ പുഴയിലേക്കാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പുഴയാണ്. ഇവർ ചെറുപ്പത്തിലൊക്കെ കുളിച്ചിരുന്ന പുഴയാണ്. കഴിഞ്ഞ വെക്കേഷനിൽ വന്നിട്ട് ഞങ്ങൾ പോയി നല്ലോണം ഒന്ന് നീന്തി കളിക്കുകയൊക്കെ ചെയ്തു കുറച്ച് നേരം. അവർക്ക് ഇതിപ്പോൾ ഒരു ഓർമ്മകളല്ലേ, അവരുടെ ചെറുപ്പകാലങ്ങളിൽ കഴിച്ചു കൂട്ടിയ സ്ഥലങ്ങളും ഒക്കെ. വന്നാലൊരു റൗണ്ടിങ് മസ്റ്റാണ്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ പുഴയും ഒക്കെ ഞാനൊന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ മോളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, മോള് ഭയങ്കരമായിട്ട് സ്പെഷ്യലായിട്ടില്ല ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അത് ഞാൻ കോമഡി ആയിട്ട് പറഞ്ഞതല്ല, കാര്യമായിട്ട് പറഞ്ഞതാണ്. കാരണം ആൾ വന്നാൽ ടോട്ടലി ഫ്രീ ആണ്. ഞാൻ അടുക്കള മുഴുവൻ പിന്നെ ആളുടെ കയ്യിലാണ് ഉണ്ടാവുക. വേണ്ടുന്ന എന്താണ് ഭയങ്കരമായിട്ടുള്ള സ്പെഷ്യലുകളൊക്കെ ആൾ വീട്ടിൽ വന്നാലാണ് ഉണ്ടാക്കുക. ഞങ്ങൾ നോർമലായിട്ടൊരു ബിരിയാണി, ഒരു ഫ്രൈഡ് റൈസോ അങ്ങനെയൊക്കെയാണ് ഒപ്പിക്കുക അത്രയും സ്പെഷ്യൽ ദിവസങ്ങളിൽ. പക്ഷെ ആൾ വന്നാൽ അതല്ല, മിനിറ്റുകൾ കൊണ്ട് ആൾ ഭക്ഷണം റെഡിയാക്കും. അപ്പോൾ ആൾ വരുന്ന ദിവസം പെങ്ങന്മാർ മറ്റേ പെങ്ങളും അതെ, മൂത്ത പെങ്ങളും അതെ, ഭയങ്കര സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ആളാണ്. പിന്നെ ആൾ വരുമ്പോൾ ആളുടെ ഒരു വീഡിയോയും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്നലെ ഇപ്പോൾ ഞങ്ങൾ ആ വീഡിയോ എടുക്കാഞ്ഞത് ഭയങ്കര മിസ്സായി എനിക്ക്. ഞങ്ങൾ 2 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് അത് ഫുഡ് റെഡി ആയത്. പിന്നെ അത് കാര്യമായിട്ട് ഞാൻ പറഞ്ഞതാണ്. ആൾ ഭയങ്കര ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര മിടുക്കുള്ള ആളാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ക്ഷേത്രമാണത്. ശിവക്ഷേത്രം മുകളിലാണ്. ഇപ്പം നമ്മൾ പുഴയിലെത്തി. ഇവിടെ ഇപ്പോൾ വെള്ളം നല്ലോണം കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് വന്ന പോലെയൊന്നും അല്ല, നല്ലോണം വെള്ളം ഇങ്ങോട്ട് കയറി. 4 പുറപ്പ് വെള്ളമാണ്, 4 പുറം വെള്ളമാണ്. അപ്പോൾ നമ്മൾ ആ ഏരിയയിലായിരുന്നു കുളിക്കാനൊക്കെ കയറിയിരുന്നത്. അവിടെയൊക്കെ ഇപ്പോൾ നിറച്ച് വെള്ളമായി. ഇനി അങ്ങോട്ടൊന്നും പോകാൻ കഴിയില്ല. പുഴയിട്ട് ജോയിൻ്റായി ഇതാ. അപ്പോൾ പുഴയിട്ട് കണക്റ്റായി. ഇത്രയും വെള്ളം ആയി ഇപ്പോൾ ഇവിടെ. ഇവിടെ ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് റോഡിൻ്റെ സൈഡ്. ഇവിടെ നല്ല ചായയും വൈകുന്നേരത്തെ പഴംപൊരിയും ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഉച്ച സമയമായതുകൊണ്ട് നമ്മളിങ്ങനെ വെറുതെ ഒന്ന് ഇവിടെ നിന്ന് പോവുകയാണ്. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച സമൂസയും മുറുക്കും വാങ്ങിച്ച ഷോപ്പ്.
ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി വാങ്ങിക്കാൻ വന്നതാണ് ഞങ്ങൾ. ഇതാണ് ഞങ്ങൾ കണ്ട ഷോപ്പ്. ഇതാണ് നമ്മൾ വാങ്ങിച്ച എണ്ണക്കടി ഷോപ്പിലെ ഓണർ. അവരോട് ഇത്രയും രസമായിട്ട് എങ്ങനെയാണ് എണ്ണക്കടികൾ വാങ്ങിക്കുന്നതെന്ന് നമുക്കൊന്ന് ചോദിക്കാം. നല്ല വൃത്തിയിലുണ്ടാക്കുക, ടേസ്റ്റ് കൂട്ടുക, നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം സന്തോഷപ്പെട്ട് ജനങ്ങൾക്ക് കൊടുക്കുക. അത് ഇഷ്ടപ്പെട്ട ആളെ വീണ്ടും കൊണ്ട് വന്ന് വാങ്ങിക്കൊണ്ടുപോകും. അത് നമ്മുടെ കച്ചവടത്തിൻ്റെ പുരോഗതി. ഇത് പെങ്ങളുടെ ഒപ്പം പഠിച്ച ആളാണ്. ആള് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇപ്പോൾ പണ്ട് ഒപ്പം പഠിച്ച ആളാണ്. അപ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഞങ്ങളിപ്പോൾ അവിടുന്ന് വാങ്ങിച്ചിറങ്ങി. ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ നല്ല വൃത്തിയായിട്ട് ആണ് അവർ അത് പാകം ചെയ്യുന്നത്. നമ്മൾ ഇനിയും വരാമെന്ന് പറഞ്ഞിട്ട് പോന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പലവട്ടം ഈ റൂട്ടിൽ കൂടെ പോന്നിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അവിടുത്തെ കഴിച്ചിട്ടില്ല. ഇവരൊക്കെ വന്നപ്പോൾ അങ്ങനെ ഒന്ന് കയറിയതാണ്. നല്ല നല്ല ടേസ്റ്റാണ് ഉള്ളത്. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ എത്തി. അല്ലാതെ വൈകിപ്പോയി വീട്ടിലെത്താൻ. നമ്മൾ വിചാരിച്ച സ്ഥലത്തുനിന്ന് വേറെ സ്പോട്ടിലേക്കൊക്കെ പോയി. ഇപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫുഡിൻ്റെ ആവശ്യമൊന്നുമില്ല. ഫുഡൊക്കെ വേസ്റ്റ് ആവുമെന്നാണ് തോന്നണത്. പിന്നെ അതാണ് ഇവർ വന്നാലത്തെ ഒരു കുടുക്ക്. കാരണം ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കുറച്ച് സമയം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.